നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. BJP ഓഫീസുകളിൽ ചാക്കിൽ കെട്ടി പണമെത്തിച്ചത് ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാനാണെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. പണമിടപാട് എന്ന് കേട്ടാൽ ഓടിളക്കിയിറങ്ങുന്ന EDയും CBIയും എവിടെ പോയെന്നും C. ചന്ദ്രൻ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയും സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന കോടികളാണ് ജനാധിപത്യം അട്ടിമറിക്കാൻ BJP ഉപയോഗിക്കുന്നതെന്നും KPCC ജനറൽ സെക്രട്ടറി. ഡൽഹിയിൽ സമരം ചെയ്യുന്ന CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് SFI പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരത്തെ പ്രതിരോധിക്കാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് SFI പ്രവർത്തകർ മറിച്ചിട്ടു. പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഞ്ചിക്കോട് സ്കൂളിലെ ശിക്ഷാ നടപടി. അധ്യാപകന് വീഴ്ച സംഭവിച്ചതായി ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയതായും ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സായാഹ്ന OP തുടങ്ങാൻ ആശുപത്രിയിൽ ചേർന്ന മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഇതിനായി 2 ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുമെന്നും ആശുപത്രിക്കകത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൂർണ്ണമായും നിരോധിക്കാനും തീരുമാനം. അതേസമയം HMC യോഗം രഹസ്യമായാണ് ചേർന്നതെന്നും യോഗത്തിൽ BJP പ്രതിനിധിയെ ക്ഷണിച്ചിട്ടില്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും BJP കൗൺസിലർ A. സ്വരൂപ്. ജീവിതത്തിലുടനീളം പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ശക്തമായ ആയുധമാണ് വായനയെന്ന് K. പ്രേമൻ MLA. വായന വ്യക്തിത്വ വികസനം സാധ്യമാക്കുമെന്നും വായന ശീലമാക്കുന്നതോടൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ അണിനിരക്കണമെന്നും MLA. വായനാ ദിന മാസാചരണത്തിന്റെ ജില്ലാതല സമാപനം പാലക്കാട്. വാർത്തകൾ വിശദമായി. BJP ഓഫീസുകളിൽ ചാക്കിൽ കെട്ടി പണമെത്തിച്ചത് ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാനാണെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ പറഞ്ഞു. പണമിടപാട് എന്ന് കേട്ടാൽ ഓടിളക്കിയിറങ്ങുന്ന EDയും CBIയും എവിടെ പോയെന്നും C. ചന്ദ്രൻ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയും സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന കോടികളാണ് ജനാധിപത്യം അട്ടിമറിക്കാൻ BJP ഉപയോഗിക്കുന്നതെന്നും C. ചന്ദ്രൻ പറഞ്ഞു. BJP ഓഫീസുകളിൽ പണമെത്തിയതായുള്ള വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഉന്നതരായ നേതാക്കന്മാർ, പാർട്ടി ഓഫീസുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അവരാണ് പ്രചരണ സാമഗ്രികളുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക തിരിമറി നടന്നിരിക്കുന്നു എന്ന് ആദ്യമായി ആരോപണം ഉന്നയിച്ചത് BJPയുടെ നേതാക്കന്മാരാണ്. അതേപോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ എല്ലാ വാർത്താ ചാനലുകളിലും ആഘോഷിച്ച ഒരു വാർത്തയാണ്. 17 ചാക്കുകളിലായി കോടാനുകോടി രൂപ കൊണ്ട് എല്ലാം കൈയടക്കി വയ്ക്കുവാനും എല്ലാ അധികാരങ്ങളും പിടിച്ചെടുക്കുവാനുമുള്ള നീതമായ ശ്രമത്തിന്റെ ഭാഗമായി ലഭ്യമാവുന്ന കോടാനുകോടി രൂപ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഫലപ്രദമായ പണം ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് BJP നടത്തിവരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയും സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന കോടികളാണ് BJP ജനാധിപത്യം അട്ടിമറിക്കാനായി ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരുള്ള BJP ഓഫീസുകളിൽ ചാക്കിൽ കെട്ടി പണമെത്തിയതായി വെളിപ്പെടുത്തിയത് BJPക്കാർ തന്നെയാണ്. ഇത്തരത്തിലെത്തിയ പണമാണ് വോട്ടർമാരെ സ്വാധീനിക്കാനായി പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉപയോഗിച്ചത്. സുരേന്ദ്രൻ BJP പ്രസിഡന്റായിരിക്കെ നടന്ന കള്ളപ്പണം ഇടപാടിൽ LDF സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാവുന്നത് ഇത്തരം ഇടപാടുകൾ വീണ്ടും നടക്കാനിടയായത്. എന്നാൽ UDF സർക്കാർ കൃത്യമായി അന്വേഷിക്കുമെന്നും C. ചന്ദ്രൻ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഹരിദാസ് മച്ചിങ്കൽ, സേവിയർ K. ബോദാസ്, അനിൽ ബാലൻ, സുഭദ്ര, രമേശ് പുത്തൂർ, സുധാകരൻ പ്ലക്കാട്, PH മുസ്തഫ, ഷൈനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് SFI പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരത്തെ പ്രതിരോധിക്കാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് SFI പ്രവർത്തകർ മറിച്ചിട്ടു. പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ CJP നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് SFI ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പോസ്റ്റ് ഓഫീസിനകലെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചെങ്കിലും ബാരിക്കേഡ് മറിച്ചിട്ട് SFI ജില്ലാ സെക്രട്ടറി അഭിഷേക് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മറികടന്നതോടെ
സമരം കൂടുതൽ സംഘർഷാവത്തിലേക്ക് നീങ്ങി. ആയിരക്കണക്കിന് വരുന്ന SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന സ്ഥിതി വന്നതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ബാരിക്കേഡ് മറികടന്ന അഭിഷേകിനെ അറസ്റ്റ് ചെയ്തു മാറ്റിയെങ്കിലും അഭിഷേകിനെ വിട്ടുകിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് SFI സ്വീകരിച്ചതോടെ അഭിഷേകിനെ പോലീസ് തിരിച്ചെത്തിച്ചു. SFI സമരം ഏറ്റെടുത്താൽ ഒരിഞ്ച് പിന്നോട്ട് പോയില്ലെന്നും വിദ്യാഭ്യാസമുണ്ടായിട്ടും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ത്യയിലെന്നും സമരം ഉദ്ഘാടനം ചെയ്ത SFI പ്രസിഡന്റ് KS അമൽ പറഞ്ഞു. ഇരിക്കുന്നത് ഞാൻ പ്രതീക്ഷയോട് വളർത്തിയ എന്റെ മകനാണ്. പക്ഷേ ഈ നീറ്റ് കുംഭകോണത്തിന്റെ ഭാഗമായി എപ്പോഴോ ജീവിതമൊന്ന് പതറിയെന്ന് തോന്നിയപ്പോൾ അവൻ എന്നോട് ചോദിക്കാതെ യാത്ര പറഞ്ഞു പോയി. അവന് വേണ്ടി ചോദ്യം ചോദിക്കാൻ 1000 സഹോദരന്മാർ ഇവിടെ വന്നിരിക്കുമ്പോൾ അവരുടെ പിതാവായി ഞാൻ ഈ സമരരംഗത്തിലേക്ക് വന്നെത്തിയില്ലെങ്കിൽ പിന്നെ എന്താണ് എന്റെ ഉത്തരവാദിത്തമെന്ന്. രാജ്യത്തെ സുപ്രധാന പരീക്ഷകളെല്ലാം ക്രമക്കേട് നടന്നു. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യോൽക്കരണം അംഗീകരിക്കില്ലെന്നും അമൽ പറഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാദുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിപിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണുപ്രിയ, ജില്ലാ സെക്രട്ടറി അഭിഷേക് എന്നിവർ സംസാരിച്ചു. സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ SFI മുൻ സംസ്ഥാന സെക്രട്ടറി R ഷോ, DYFI ജില്ലാ പ്രസിഡന്റ് ജയദേവൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുക, സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം എടുത്തുമാറ്റുക, സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കുക തുടങ്ങിയ 108 ആവശ്യങ്ങൾ ഉന്നയിച്ച അവകാശ പത്രിക SFI ജില്ലാ കമ്മിറ്റി കലക്ടർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചിക്കോട് സ്കൂളിലെ ശിക്ഷാ നടപടി അധ്യാപകന് വീഴ്ച സംഭവിച്ചതായി ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയതായും കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. ഗവൺമെന്റ് HSSലെ സ്കൂളിൽ കായികാധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ തെളിവെടുപ്പ് നടത്തി. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയായി കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് B മോഹൻകുമാർ, ഡോക്ടർ F വിൽസൺ, KK ഷാജു എന്നിവർ അറിയിച്ചു. എന്തായാലും ഈ സ്കൂളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കുട്ടികൾക്ക് നൽകപ്പെടുന്ന ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ വിദ്യാഭ്യാസം അത് യഥേഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരായി ചില അധ്യാപകരെങ്കിലും മാറേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കുട്ടികളുടെ സംവാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതിനാവശ്യമായ നിർദ്ദേശം ഞങ്ങളിപ്പോൾ അധ്യാപകരുടെ ആ മീറ്റിങ്ങിൽ ഞങ്ങൾ അവരെ അറിയിക്കും. ഇവിടെ ഉണ്ടായ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിനോട് അതിനകത്ത് റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷം തുടർ നടപടി എന്താണെന്ന് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് തീരുമാനിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സായാഹ്ന OP തുടങ്ങാൻ താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഇതിനായി 2 ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുമെന്നും ആശുപത്രിക്കകത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കാനും യോഗത്തിൽ തീരുമാനമായി. അതേസമയം HMC യോഗം രഹസ്യമായാണ് ചേർന്നതെന്നും യോഗത്തിൽ BJP പ്രതിനിധിയെ ക്ഷണിച്ചിട്ടില്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും BJP കൗൺസിലർ A സ്വരൂപ് ആരോപിച്ചു. ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണ വസ്തുക്കൾ പ്ലാസ്റ്റിക് കവറിലാക്കി എത്തിക്കുന്നതിനും നിരോധനം ബാധകമാകും. ഡയാലിസിസ് യൂണിറ്റിന്റെ അറ്റകുറ്റപ്പണി അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കാൻ നഗരസഭാ എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡുകളിലേക്ക് ആവശ്യമായ ചലനോപകരണങ്ങൾ വാങ്ങാനും യോഗം അനുമതി നൽകി. താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളാൻ ആശുപത്രി സൂപ്രണ്ട് MS പത്മനാഭനെ ചുമതലപ്പെടുത്തി. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷത വഹിച്ചു. K പ്രേംകുമാർ MLA, നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമകൃഷ്ണൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീജുല, കൗൺസിലർ TP പ്രദീപ് കുമാർ, സൂപ്രണ്ട് MS പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. അതേസമയം രഹസ്യമായാണ് HMC യോഗം ചേർന്നതെന്നും യോഗത്തിൽ പങ്കെടുക്കേണ്ട ഞങ്ങളുടെ പ്രതിനിധിയെ അറിയിച്ചില്ലെന്നും നഗരസഭാ കൗൺസിലറും മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ A സ്വരൂപ് ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ആശുപത്രിയിലെ CPIM പാർട്ടി ഓഫീസാക്കാൻ സമ്മതിക്കില്ലെന്നും സ്വരൂപ് പറഞ്ഞു.
HMC യോഗം ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഇതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതു സമ്മതരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരെയും ചേർത്തുകൊണ്ടാണ് HMC യോഗം ചേരേണ്ടത്. എന്നാൽ ഇതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയോ മറ്റു HMC യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളുകളെയോ വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്യാതെ രഹസ്യമായിട്ടാണ് ഇന്നലെ ഒറ്റപ്പാലത്ത് HMC യോഗം ചേർന്നത്. ഇത് സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസല്ല. ഇത് പൊതുജനങ്ങളുടെ സ്വത്താണ്. ഇതിലൊരു കാര്യം നടക്കുമ്പോൾ, ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അത് പൊതുജനങ്ങളെ അറിയിപ്പിക്കേണ്ട, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ അറിയിക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇത്തരത്തിൽ ആരെയും അറിയിക്കാതെ രഹസ്യ യോഗം ചേർന്നതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വായന ദിന മാസാചരണത്തിന് ജില്ലാതല സമാപനവും സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പാലക്കാട് കെ പ്രേമൻ MLA ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുടനീളം പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ശക്തമായ ആയുധമാണ് വായനയെന്ന് MLA പറഞ്ഞു. വായന വ്യക്തിത്വ വികസനം സാധ്യമാക്കുമെന്നും വായന ശീലമാക്കുന്നതോടൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ അണിനിരക്കണമെന്നും MLA പറഞ്ഞു. ത്തോളം കാലം മനുഷ്യന്റെ അറിവുകൾ സ്വാംശീകരിച്ചുകൊണ്ട് പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവർ മനുഷ്യനാവുന്നത്. അതുകൊണ്ട് തന്നെ അറിവ് കേവലം വിദ്യാഭ്യാസ കാലഘട്ടത്തിലും സ്കൂളിൽ നിന്നും മാത്രം ലഭിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം പ്രായോഗികമാക്കി നടപ്പിലാക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വായന എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ആഴത്തിലുള്ള വായനയുമുണ്ട്, പരന്ന വായനയുമുണ്ട്. ജീവിതത്തിലുടനീളം പ്രായോഗിക നടപ്പാക്കാനുള്ള ശക്തമായ ആയുധമാണ് വായന എന്ന് MLA പറഞ്ഞു. സർഗാത്മകശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വായന വ്യക്തിത്വ വികസനവും സാധ്യമാക്കും. വായനാശീലമാക്കുന്നതോടൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ അണിനിരക്കുമെന്നും MLA പറഞ്ഞു. പാലക്കാട് സൗഹൃദം ദേശീയവേദി അവതരിപ്പിക്കുന്ന വായിച്ചു വളരുക നാടകത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. വായന മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ റീൽസ് മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മെമൻറ്റോയും MLA ചടങ്ങിൽ വിതരണം ചെയ്തു. റീൽസ് മത്സരത്തിൽ അട്ടപ്പാടി APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ റെസിഡൻസ് ട്രൈബൽ സ്കൂളിലെ സിനിമോൾ, അനൂപ് എന്നിവർക്കാണ് ഒന്നാം സ്ഥാനം. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആര്യനന്ദ, നിത, നേഹ, ഫാത്തിമ, ആദിത്യൻ, തേജശ്രീ എന്നിവർക്ക് ചേർന്നൊരുക്കിയ റീലിനാണ് രണ്ടാം സ്ഥാനം. നെന്മാത്ര ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ചടങ്ങിൽ PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് EV കോമളം അധ്യക്ഷത വഹിച്ചു. IPRD മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ C അജോയ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ TS സതീഷ് കുമാർ, കവിയത്രിയും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ രചന K കൃഷ്ണൻകുട്ടി, കാൻഫെഡ് ജില്ലാ ചെയർമാൻ PS നാരായണൻ, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ റീഡിംഗ് മിഷൻ കോർഡിനേറ്റർ PK സാജിദ, നെന്മാറ ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജ്മെന്റ് ഇൻചാർജ് ആര്യ മേനോൻ, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നവീകരണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണ യജ്ഞസമരം ആരംഭിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുൻവശം നടന്ന പരിപാടി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് സമർപ്പിക്കാനാണ്, പരാതി കൊടുക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിച്ചത്. അതിനുശേഷം വേണ്ട നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ അടുത്ത ഘട്ടത്തെ സമരം തീയതി ഇപ്പോൾ പറയുന്നില്ല, സമരം പ്രഖ്യാപിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ ഇതിലെ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിൽ സത്യാഗ്രഹം ഇരുന്നുകൊണ്ട് ഏകദിന സത്യാഗ്രഹം നടത്തിക്കൊണ്ട് അടുത്ത ഘട്ടം സമരമുണ്ട്. പടിപടിയായി സമരങ്ങൾ ഞങ്ങൾ ജനങ്ങളെ മുഴുവൻ പുറത്തിറക്കി ജനങ്ങളുടെ ആവശ്യമെന്നുള്ള നിലയിൽ ഒന്നുകിൽ ഈ റോഡേ വേണ്ടെന്ന് വയ്ക്കേണ്ടത്. കാരണം റോഡ് പണി ചെയ്തില്ലെങ്കിൽ ഇതിന് ആളുകൾ പോയാൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടില്ല, യാതൊരു സംശയവുമില്ല. സമരത്തിന്റെ 2ാം ഘട്ടം എന്ന നിലയിലാണ് ഒപ്പുശേഖരണ സമരം ആരംഭിച്ചത്. റോഡ് പണി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത പക്ഷം അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് റോഡ് ഉപരോധമടക്കമുള്ള സമരങ്ങൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് M ലത്തീഫ്, പ്രശസ്ത സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്നിവർ അടക്കം 100 കണക്കിന് ആളുകൾ ഒപ്പുശേഖരണത്തിൽ പങ്കാളികളായി. BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K പ്രമോദ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ A സ്വരൂപ്, KP കൃഷ്ണകുമാർ, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി KP ജയന്തി, SC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK കുഞ്ഞൻ, നഗരസഭാ കൗൺസിലർമാരായ R മണികണ്ഠൻ, K ജയശങ്കർ, K പ്രേമാവതി, വിനീത മണികണ്ഠൻ, രവി പല്ലൂർ, ബാലൻ മൈലംപുറം, K മധു എന്നിവർ പ്രസംഗിച്ചു. സ്ഥാപനങ്ങളിലും കച്ചവട കേന്ദ്രങ്ങളിലും ഒപ്പ് ശേഖരിക്കാൻ സംസ്ഥാന കമ്മിറ്റി അംഗം K ശിവദാസ്, P സത്യഭാമ, സുമാ ബാബു, C രമേശ്, C സുമേഷ്, നഗരസഭാ കൗൺസിൽ അനിത ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധിക +1 ബാച്ച് അനുവദിച്ചതോടെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനും തുളസി ടീച്ചർക്കും അഭിനന്ദനം അറിയിച്ച് മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. തന്റെ ഇടപെടലാണ് അധിക ബാച്ച് അനുവദിക്കാൻ ഇടയായതെന്നും അൻവർ സാദിഖ് കൂട്ടിച്ചേർത്തു. +1 സീറ്റ് കിട്ടാതെ നെട്ടോട്ടം ഓടുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് പഞ്ചായത്ത് അംഗം അൻവർ സാദിഖ് നിവേദനം നൽകിയത്. നിരവധി വിദ്യാർത്ഥികൾ തന്നോട് വീട്ടിലെത്തി പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. കുട്ടികൾ സീറ്റ് കിട്ടാതെ നെട്ടോട്ടം ഓടുന്ന സ്ഥിതി കാണാനായി. എന്നാൽ ഇക്കാര്യം ഗൗരവമായി തന്നെ താൻ കൈകാര്യം ചെയ്തു. തിരുവനന്തപുരത്തെത്തി സ്കൂൾ PTA പ്രസിഡന്റിനെയും സ്കൂൾ പ്രിൻസിപ്പലിനെയും വിളിപ്പിച്ചു. ബയോളജി സയൻസ് വേണോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ലാബില്ലായിരുന്നു മറുപടി. അതുകൊണ്ട് കൊമേഴ്സ് ആകാമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. തുടർന്ന് മന്ത്രിയായി വീണ്ടും സംസാരിച്ചു. തുടർന്നാണ് നടപടിയായത്. 10 വർഷമായി ആർക്കും ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും തനിക്ക് ചെയ്തു നൽകാനായതിൽ 2 മന്ത്രിമാരെയും താൻ അഭിനന്ദിക്കുകയും അദ്ദേഹം പറഞ്ഞു. ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും +1 സീറ്റ് അനുവദിക്കുകയാണെങ്കിൽ പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ അനുവദിക്കാമെന്ന് അദ്ദേഹം വാക്കു നൽകുകയും ചെയ്തു. അങ്ങനെ +1 സീറ്റ് അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇവിടെയുള്ള പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ PTA പ്രസിഡന്റിനോട് +1 സീറ്റ് ബാച്ച് അനുവദിച്ചാൽ അതിനുള്ള സ്ഥല സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ PTA പ്രസിഡന്റ് ടീച്ചറുമായി ആലോചിച്ച് പറയാമെന്ന് പറയുകയും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ടീച്ചറെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറയുകയും ടീച്ചർ എന്നെ വിളിക്കുകയും ചെയ്യുകയുണ്ടായി, പ്രിൻസിപ്പൽ. അപ്പോൾ സയൻസ് ബാച്ച് അനുവദിക്കാമെന്നായിരുന്നു നമ്മൾ ആലോചിച്ചതെങ്കിൽ സയൻസ് ബാച്ചിന് ലാബ് സൗകര്യമില്ല എന്നും കൊമേഴ്സിന് ആണെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം ചെയ്യാമെന്നും പ്രിയപ്പെട്ട ബഹുമാന്യായ പ്രിൻസിപ്പൽ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി. പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ +1 ബാച്ച് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിൽ ഇടപെടാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അത് അനുവദിക്കുന്നതിന് വേണ്ടി ഇടപെട്ട ബഹുമാന്യായ ഷംസുദ്ദീൻ മിനിസ്റ്റർ അവർക്കും KA തുളസി ടീച്ചർ അവർക്കും വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ റെയിൽവേ ട്രാക്കിന് സമീപത്ത് കൂടി നടന്നു പോവുകയായിരുന്ന വയോധികന്റെ മൊബൈൽ ഫോൺ അജ്ഞാതൻ തട്ടിപ്പറിച്ചു. പാസ്വേഡ് പറഞ്ഞു തന്നില്ലെങ്കിൽ കിണറ്റിൽ തള്ളിയിടുമെന്നും അജ്ഞാതന്റെ ഭീഷണി. വയോധികന്റെ കയ്യിലുണ്ടായിരുന്ന 4000 രൂപയും ഇയാൾ കവർന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് സംഭവം. ഷൊർണൂർ റെയിൽവേ ട്രാക്കിന് സമീപം നടന്നു പോവുകയായിരുന്ന വയോധികനെ പിന്നാലെയെത്തി ആക്രമിച്ച അജ്ഞാത യുവാവ് പണവും മൊബൈൽ ഫോണും കവർന്നു. ഷൊർണൂർ നമ്പർത്ത് സീതപ്പറമ്പ് വീട്ടിൽ ബേബി അഗസ്റ്റിനാണ് അജ്ഞാതന്റെ മർദ്ദനമേറ്റത്. വയോധികന്റെ കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ തട്ടിപ്പറിച്ച അജ്ഞാത യുവാവ് പിൻ നമ്പർ പറഞ്ഞു തന്നില്ലെങ്കിൽ തൊട്ടടുത്തുള്ള കിണറ്റിലേക്ക് തള്ളിയിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും ബഹളം വെച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടതായും ബേബി അഗസ്റ്റിൻ പോലീസിനോട് പറഞ്ഞു. ഷൊർണൂരിൽ നിന്നും റെയിൽവേ ട്രാക്കിന് അരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് സംഭവം. ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റ വയോധികൻ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ട്രെയിൻ യാത്രയ്ക്കിടെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറുടെ മൊബൈൽ ഫോണും സർട്ടിഫിക്കറ്റുകളും അടങ്ങിയ ബാഗ് കവർന്ന കേസിലെ പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി 25-കാരൻ റാണ സർക്കാരിനെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതി റിമാൻഡിൽ. ഇക്കഴിഞ്ഞ 17 പുലർച്ചെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. രാജറാണി എക്സ്പ്രസിൽ കൊല്ലത്തു നിന്നും നിലമ്പൂരിലേക്ക് യാത്ര ചെയ്തിരുന്ന നിലമ്പൂർ കടവത്ത് വീട്ടിൽ ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ ദാസിന്റെ ബാഗാണ് നഷ്ടപ്പെട്ടത്. ട്രെയിൻ യാത്രക്കിടെ ഉറങ്ങിപ്പോയ സച്ചിൻ ദാസ് നിലമ്പൂരിലെത്തി ട്രെയിൻ തിരിച്ചു പോകുന്ന സമയത്ത് മറ്റൊരു യാത്രക്കാരൻ വിളിച്ചുണർത്തിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഉടനെ സച്ചിൻ ദാസ് ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകി. SSLC ഡിഗ്രി അടക്കമുള്ള സർട്ടിഫിക്കറ്റുകളും 60,000 രൂപ 40,000 രൂപ വില വരുന്ന 2 മൊബൈൽ ഫോണുകളുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. പാപ്പനംകോട് വെച്ച് വെസ്റ്റ് ബംഗാൾ സ്വദേശി 25-കാരൻ റാണ സർക്കാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 6 ദിവസം നീണ്ട അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെസ്റ്റ് ബംഗാളിലെ ബിൻപൂർ പോലീസ് സ്റ്റേഷനിൽ 2024 കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് കേസ് നിലവിലുണ്ട്. SI അനിൽ മാത്യു, അജിത്ത്, നിഷാദ്, RPFലെ SI ഷിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 2ാമത് ജലോത്സവ
വള്ളം കളിയും മറ്റു ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെറുതുരുത്തി നീള ബോട്ട് ക്ലബ്ബിൽ വെച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ഈ സെവൻസ് ഫുട്ബോളൊക്കെ പോലെ നമുക്ക് ഇതിനും ടീമുണ്ട്. നമ്മൾ അവരെ ഏൽപ്പിച്ചാൽ അവരിവിടെ കൃത്യമായിട്ട് അത് വരും. അതിൻ്റെ ഉത്തരവാദിത്തോടുകൂടി ചെയ്യും. പൂക്കള മത്സര കാലത്ത് 10 മണിക്ക് തുടങ്ങുക എന്നുള്ള നിർദ്ദേശം ഒരു 12 അതിൻ്റെ അറ്റ് ടൈം തന്നെ നമുക്ക് ഈ ഓണവുമായി ബന്ധപ്പെട്ട ഉറിയടി കസാലക്കളി തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഇവിടുന്ന് വരുന്ന ആളുകളെ വെച്ച് നടത്താം ഒക്കെയാണ്. പിന്നെ ഓണത്തിന് മറ്റൊന്ന് ഓണപ്പല്ല് എന്ന് പറഞ്ഞൊരു കലാരൂപം നമുക്കുണ്ട്. സത്യത്തിൽ ഇവിടെ ഞാൻ പറയുന്നത് ചെറുതുരുത്തി വലിയ ശക്തമായൊരു സ്ഥലമാണെന്നാണ്. ഇതറിയില്ലായിരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജനറൽ കൺവീനറുമായ ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. പ്രോഗ്രാം കോർഡിനേറ്റർ രാജീവ് പിള്ളത്ത് പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭയിലെയും ഗ്രാമപഞ്ചായത്തിലെയും പ്രതിനിധികളും മറ്റു വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും ചടങ്ങിൽ സംസാരിച്ചു. ക്ലബ്ബ് ഡയറക്ടർ ബോർഡ് അംഗം പി മോഹനൻ സ്വാഗതവും നീള ബോട്ട് ക്ലബ്ബ് MD കെ ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു. 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. കെ രാധാകൃഷ്ണൻ MP, VK ശ്രീകണ്ഠൻ MPയും UR പ്രദീപ് MLA, ഷൊർണൂർ MLA മമ്മിക്കുട്ടി, ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിതാഹരി മറ്റു നിരവധി ആളുകളും 101 അംഗ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കൃഷിഭവനിൽ തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. 200 കർഷകർക്ക് തൈകൾ വിതരണം ചെയ്തു. രാവിലെ ഓങ്ങല്ലൂർ കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തും കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് കർഷകർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ വർഷം മുതൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ചില പോരായ്മകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ വർഷം മുതൽ കൃത്യമായി കർഷകർക്ക് യഥാസമയങ്ങളിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി സുതാര്യമായി കർഷകരിലേക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 200 തൈകളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. 200 തൈകൾ ഇപ്പോൾ കൊടുക്കുന്നത് മുൻകൂട്ടി ഇവിടെ തൈകൾ ആവശ്യപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണ് ആദ്യമായി കൊടുക്കുന്നത്. അവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി 20 തൈകളാണ് പുതിയതായി വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നുള്ളൂ. ആ രീതിയിലേക്ക് ഒരാൾക്ക് 10 തൈ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് കൃഷി ഓഫീസർ ഹാര്യകൃഷ്ണ സ്വാഗതം പറഞ്ഞു. കുറ്റ്യാടി WCTയിൽ നിന്നുള്ള തെങ്ങിൻ തൈകളാണ് വിതരണത്തിനായി എത്തിച്ചിരിക്കുന്നത്. 200 കർഷകർക്കാണ് വിതരണം നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്ക് പോലീസ് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് പറളിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാജൻ കോട്ടപ്പള്ള, MV സഹദേവൻ, സുരേഷ് ബാബു കമ്പ, KN ആനന്ദ് ജി, KR ബ്രജേഷ് പ്രേം, PC മോഹനൻ, VC അനിൽകുമാർ, MV വിജയകുമാർ, ഫിറോസ് കടവത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് കുത്തന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മാത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. കുത്തന്നൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P ബാലൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന കാസിം, വൈസ് പ്രസിഡന്റ് ഗിരീഷ് ബാബു, കോൺഗ്രസ് നേതാക്കളായ T രാജൻ, N സ്വാമിനാഥൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, KP കുട്ടൻ എന്നിവർ സംസാരിച്ചു. മാത്തൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം DCC സെക്രട്ടറി PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പിരാരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, ഇസ്മായിൽ, നാരായണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ MPമാർക്കും മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് കോങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനത്തിൽ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. CK ഹരിദാസ്, CA കൃഷ്ണകുമാർ, V നസീർ, MC പൊന്നുകുട്ടൻ, ശോഭ വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധ യോഗം
DCC സെക്രട്ടറി CN ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി TV രാമദാസ്, മണ്ഡലം പ്രസിഡന്റ് TU മുരളീകൃഷ്ണൻ, UJ ഹരിഗോവിന്ദൻ, TC സന്തോഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭാരത് മസ്ദൂർ സംഘ് BMS ഗണേഷ് ഗിരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ BMS 71ാം സ്ഥാപന ദിന സന്ദേശ യോഗം നടത്തി. ഗണേഷ് ഗിരിയിൽ നടത്തിയ യോഗത്തിൽ RK അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ കമ്മിറ്റി അംഗം C മധുസൂദനൻ പതാക ഉയർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. സുജീന്ദ്ര ബോസ്, പ്രതാപൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ സജിത്ത് PP നന്ദിയും പറഞ്ഞു. ഇതാണ് ദേശീയ ബോധമുള്ള തൊഴിലാളികരിച്ച വ്യവസായം. ഇങ്ങനെ 3 തത്വങ്ങൾ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഭാരതീയ മസ്ദൂർ സംഘം പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് മറ്റ് യൂണിയനുകളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും 6 പേര് കൂടിയിട്ട് രൂപം കൊടുക്കുകയും അങ്ങനെ 12 വർഷക്കാലത്തോളം ഭാരതം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ആണ് ഭാരതീയ മസ്ദൂർ സംഘം 12 വർഷത്തിന് ശേഷമാണ് ഒരു അഖിലേന്ത്യാ സമ്മേളനം നടത്തുകയും മറ്റുള്ള ഇതര യൂണിയനുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആ സംഘടന ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കാരണം ദേശീയ ബോധമുള്ള തൊഴിലാളികളുടെ വ്യവസായവൽക്കൃത രാഷ്ട്രം എന്നുള്ള രീതിയിൽ അന്ന് മുദ്രാവാക്യം ഉന്നയിച്ച സമയത്ത് ടാങ്കർജിയോടൊക്കെ ചോദിക്കുകയുണ്ടായി, ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഭാരതീയ മസ്ദൂർ സംഘം ഇവിടെ പ്രവർത്തിക്കുക? അവർക്കാണെങ്കിൽ ഒരു യൂണിയൻ പോലുമില്ല, ഒരു യൂണിറ്റ് പോലുമില്ല. ഇങ്ങനത്തെ ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കും എന്ന് ടാങ്കർജിയോട് പത്രക്കാരൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു, അതൊക്കെ കാത്തിരുന്ന് കാണാമെന്നുള്ള. ജൂലൈ 23 BMS സ്ഥാപക ദിനം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ പതാക ഉയർത്തി അഭിസംബോധന ചെയ്തു. എല്ലാ ജൂലൈ 23-ാം തീയതിയും ഭാരതീയ മസ്ദൂർ സംഘവും ഇതുപോലെ BMSന്റെ പിറന്നാൾ രാജ്യത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ബോധമുള്ള തൊഴിലാളിവർഗ വ്യവസായവർഗ രാഷ്ട്രം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുന്നത്. നമുക്കറിയാൻ സാധിക്കും, ഈ രാജ്യത്ത് 1955 ജൂലൈ 23-ാം തീയതി ആരംഭിച്ച നമ്മുടെ സംഘടന 1989 കാലഘട്ടമായപ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വിജയൻ, സന്തോഷ്, മണികണ്ഠൻ, ഷാജ്, സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. മാറ്റുലി. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നടത്തപ്പെടുന്ന പരീക്ഷകൾ സംശയത്തിന്റെ നിഴലിലാണ്. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച വിവാദമായ സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതല്ലേ? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. പല സംസ്ഥാനങ്ങളിലും മൊത്തത്തിൽ ഈ സിസ്റ്റം തകരാറിലാണ്. നമുക്കറിയാം, ഏത് സർക്കാർ ഭരിക്കുമ്പോഴും ഈ ഒരു ലോബികൾ ഇത് കൈയടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നീറ്റ് ഏർപ്പെടുത്തിയത് തന്നെ അതിനെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. പക്ഷേ അങ്ങനെ ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് അതിൽ തന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇത് തന്നെ വേണ്ട എന്ന് വെക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ അത് നടത്തുമ്പോൾ വളരെ സുതാര്യമായിരിക്കണം, ഇവിടെ സുതാര്യത ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ സംവിധാനത്തിൻ്റെ ആ ചുമതല വഹിക്കുന്ന ആ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ഇനി സർക്കാരാണെങ്കിലും സമരക്കാരാണെങ്കിലും സാമൂഹ്യ വിരുദ്ധരും ഗുണ്ടകളും വന്ന് അതിൽ വന്ന് അഴിഞ്ഞാടുന്നൊരവസ്ഥയുണ്ട്. അതിന് വരാത്ത രീതിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ സമരക്കാരും എല്ലാം കൂടി ചേർന്നുകൊണ്ട് അമിക്കബിളായിട്ട് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവണം. അതിന് പ്രാഥമികമായി ഇപ്പോൾ രാജിയാണ് ആവശ്യമെങ്കിൽ തൽക്കാലം അതിന് അദ്ദേഹം തയ്യാറാവണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെ മാറ്റി നിർത്താൻ തയ്യാറാവണം എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് എന്നതോടൊപ്പം തന്നെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കേണ്ട ഒരു തലമുറയെ ഇല്ലാതാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നടപടിയും ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവിയെയും ഇന്ത്യയുടെ ഭരണഘടനയെയും ഇല്ലാതാക്കുന്നതാണ് എന്ന് കാണാൻ കഴിയും. കേന്ദ്ര സർക്കാരിൻ്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഏറ്റവും ശക്തമായ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. നമുക്ക് ഒരു 2ാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാം. സത്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാനല്ല രാജിവെക്കേണ്ടത്, പ്രധാനമന്ത്രിയാണ് രാജിവെക്കേണ്ടത്. പ്രധാനമന്ത്രിയാണ് രാജിവെക്കേണ്ടത്. കാരണം ആ വകുപ്പിൽ നിന്ന് താൽക്കാലികമായിട്ട് ഈ മന്ത്രിയെ മാറ്റിക്കഴിഞ്ഞാലും
വരാൻ പോകുന്ന അടുത്തതേപോലെ തന്നെ RSSൻ്റെ അജണ്ടയുമായിട്ട് മറ്റൊരാളായിരിക്കാം അപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന. കാരണം ഇതൊരു മന്ത്രിയുടെയോ ഒരു വ്യക്തിയുടെയോ മാത്രം പ്രശ്നമല്ല, ഒരു നയത്തിൻ്റെ പ്രശ്നം കൂടിയാണത്. അതിനെ വ്യക്തിമാരെ കൊണ്ട് മാത്രം പ്രശ്നമാവുന്നില്ലല്ലോ. ഈ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച സമയത്ത് 2022 അപ്പോൾ തന്നെ ഇത്തരം ആശങ്കകളൊക്കെ നമ്മളൊക്കെ പറഞ്ഞതാണ്. കാരണം ഇതൊരു നയത്തിൻ്റെ ഭാഗം കൂടിയിട്ടാണത്. ആർക്കൊക്കെ സ്കൂളുകൾ നടത്താം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം, എങ്ങനെയൊക്കെ നടത്താം, അവിടെ ആരൊക്കെ പഠിക്കണം, അതെന്തായിരിക്കണം പഠിക്കേണ്ടത്, ആർക്കൊക്കെ ജയിക്കണം, ആർക്കൊക്കെ പരീക്ഷ എഴുതണം, അതൊക്കെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞ ഒരു നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല. രാജ്യത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് കുട്ടികൾ പഠിക്കുമ്പോഴൊക്കെ ഇത് കേവലം നമുക്ക് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ മാത്രം ജയിച്ചാൽ മതി എന്നൊരു സിസ്റ്റത്തിലേക്ക് വരികയാണത്, അവിടേക്ക് കൊണ്ടുവരികയാണത്. അത് ഈ നയത്തിൻ്റെ ഭാഗം കൂടിയിട്ടാണത്. കാരണം രാജ്യത്തെ ഏതൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കണം, അവിടെ എങ്ങനെയൊക്കെ പഠിപ്പിക്കണം, അവിടെ എന്തൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ ഒരു നയത്തിൻ്റെ ഭാഗം. അതൊരു താല്പര്യത്തിൻ്റെ പുറത്ത് വരുന്ന വിഷയമാണത്. അതൊരു വ്യക്തിയുടെ മാത്രം വിഷയമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം മാറിയത് കൊണ്ടോ ഒരു കാര്യമില്ല. കാരണം ഇപ്പം എന്താ പറയുക, അദ്ദേഹം മാറി ഇനി വരാൻ പോകുന്ന അടുത്ത ആളാണത്. അപ്പോഴും ഈ നയത്തിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ വഴിവഴികളായിട്ടുള്ള ഓരോ ഉദാഹരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ ഈ PMC-യായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നടക്കുന്ന തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് പാകപ്പെട്ടൊരു നയമാണ് നേരത്തെ കേന്ദ്രം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചാടേണ്ടി വരികയാണത്. അങ്ങനത്തെ അവസ്ഥ വരികയാണ്. രാജിവെക്കട്ടെ തൽക്കാലം, കുട്ടികളുടെ ആവശ്യപ്രകാരം ആദ്യം രാജിവെക്കട്ടെ. കാരണം ഇതൊരു തുടക്കമായിട്ട് കാണുന്നത്. രാജ്യത്ത് നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ വിചാരിക്കുന്നതേ ഇവിടെ നടക്കൂ എന്ന് തോന്നുന്നവർക്ക് കിട്ടുന്ന ഒരടിയാണിത്. അത് സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടൊക്കെ ചിലപ്പോൾ കഴിയുന്നില്ല. കാരണം അവരെല്ലാം വശം അധികാരം മാത്രമാണല്ലോ. ഇതിൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടല്ലേ പറയുന്നത്. പക്ഷേ കുട്ടികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ, യുവാക്കൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഭരണകൂടത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ സമരം വിജയിക്കേണ്ട സമരമാണത്. ആ സമരത്തിൻ്റെ പിന്തുണയും കൂടി ഞാൻ ഇക്കൂട്ടത്തിൽ അറിയിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP ഓഫീസുകളിൽ ചാക്കിൽ കെട്ടി പണമെത്തിച്ചത് ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാനാണെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. പണമിടപാട് എന്ന് കേട്ടാൽ ഓടിളക്കിയിറങ്ങുന്ന EDയും CBIയും എവിടെ പോയെന്നും C. ചന്ദ്രൻ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയും സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന കോടികളാണ് ജനാധിപത്യം അട്ടിമറിക്കാൻ BJP ഉപയോഗിക്കുന്നതെന്നും KPCC ജനറൽ സെക്രട്ടറി. ഡൽഹിയിൽ സമരം ചെയ്യുന്ന CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് SFI പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരത്തെ പ്രതിരോധിക്കാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് SFI പ്രവർത്തകർ മറിച്ചിട്ടു. പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഞ്ചിക്കോട് സ്കൂളിലെ ശിക്ഷാ നടപടി. അധ്യാപകന് വീഴ്ച സംഭവിച്ചതായി ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയതായും ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സായാഹ്ന OP തുടങ്ങാൻ ആശുപത്രിയിൽ ചേർന്ന മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഇതിനായി 2 ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുമെന്നും ആശുപത്രിക്കകത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൂർണ്ണമായും നിരോധിക്കാനും തീരുമാനം. അതേസമയം HMC യോഗം രഹസ്യമായാണ് ചേർന്നതെന്നും യോഗത്തിൽ BJP പ്രതിനിധിയെ ക്ഷണിച്ചിട്ടില്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും BJP കൗൺസിലർ A. സ്വരൂപ്. ജീവിതത്തിലുടനീളം പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ശക്തമായ ആയുധമാണ് വായനയെന്ന് K. പ്രേമൻ MLA. വായന വ്യക്തിത്വ വികസനം സാധ്യമാക്കുമെന്നും വായന ശീലമാക്കുന്നതോടൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ അണിനിരക്കണമെന്നും MLA. വായനാ ദിന മാസാചരണത്തിന്റെ ജില്ലാതല സമാപനം പാലക്കാട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.